ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഫെമി മുനീർ. ഇന്നൊരു പോപ്പുലർ ലബനീസ് മിൽക്ക് ഡെസേർട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ലയാലി ലുബ്നാൻ, ലബനീസ് നൈറ്റ്സ് എന്നും ഇതിന് പേരുണ്ട്. നമ്മുടെ ഒരു പുഡിംഗ് ബേസ് ഉണ്ടാക്കുന്നത് സെമോളിനെ വെച്ചിട്ട് ഒരു തിക്ക് ബേസ് ഉണ്ടാക്കും. അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീമിൻ്റെ തിക്ക് ലെയർ കൊടുത്തിട്ട് കുറച്ച് പിസ്താഷ്യൂസ് പൊടിച്ചതും സിമ്പിൾ ഷുഗർ സിറപ്പും ചേർത്തിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് സെർവ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പാല്, 500 ml 2 കപ്പ് പാല് നമ്മളൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വന്നതിന് ശേഷം നമ്മളൊരു 1/3 കപ്പ് റവ സെമോളിനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ റവയുടെ അളവ് എടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് ഈ ഒരു പുഡിംഗ് ബേസ് തയ്യാറാക്കി എടുക്കണം. കൂടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഈ പുഡിംഗ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും കട്ട വരാതെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ റവയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയുടെ ആ ഒരു മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റവ മിൽക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഈ മുട്ടയൊക്കെ വെന്ത് ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ ഒരു ഇളം ചൂടിൽ തന്നെ മുട്ട നന്നായിട്ട് ഇതുമായിട്ട് യോജിച്ച് വരും. ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണ് റോസ് എസൻസ് ആണ്. അറബിക് ഡെസേർട്ടിലൊക്കെ റോസ് എസൻസ് നിർബന്ധമായിട്ട് അവർ ചേർക്കും. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരുന്നത്. നല്ലൊരു മണമാണ്. ഇതും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് മിക്സിന് മുട്ടയുടെ ആ ഒരു മണമൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ പേടിക്കണ്ട. മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബേസ് ഒരു കസ്റ്റഡിൻ്റെ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 2 കപ്പ് പാലാണ് ചേർത്തത്. വീണ്ടും ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാനൊരു ഹാഫ് മൂൺ ഷേപ്പിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ ഇവിടെ വെച്ചിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ഈദായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇനി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ് തയ്യാറായി. ഇതിന് നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാനാക്കി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കൊരു സിമ്പിൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിയിച്ചെടുക്കാം. ശേഷം നമ്മൾ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ റോസ് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ റോസ് എസൻസ് ചേർക്കുമ്പോഴാണ് ആ സിമ്പിൾ ഷുഗർ സിറപ്പിനും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്നത്. ഇനി ഇതൊന്ന് ഈ ഷുഗറും വെള്ളവും ഒന്ന് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സിറപ്പ് കട്ട കെട്ടാതെ ഇതുപോലെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെച്ചാൽ ഇത് കട്ട കെട്ടി പോകുന്നതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ
ലെമൺ ചേർക്കുന്നത്. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബൗൾ നമ്മളൊന്ന് തണുപ്പിച്ചതിന് ശേഷം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് നമ്മൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊരു തിക്കായിട്ട് ഈ ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം നമ്മൾ ഇതിന് മുകളിലേക്കായിട്ട് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് റെഡിയായി. നമ്മുടെ അടിയിൽ ബേസ്, അതിന് മുകളിലേക്കായിട്ട് ഒരു ലെയർ ക്രീം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പൊടിച്ച പിസ്താഷ്യോ ആണ്. ഒരു ചോപ്പറിലിട്ടിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പുഡിങ് തയ്യാറായി. നമ്മുടെ ഒരു അറബിക് മിൽക്ക് പുഡിങ്, ലബനീസ് നൈറ്റ്സ് എന്നും ലയാലി ലുബ്നാൻ എന്നാണ് ഇതിൻ്റെയൊക്കെ പേര് പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. നിങ്ങൾ ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു റോസ് പെറ്റൽസ്, ഡ്രൈഡ് റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇതുപോലെയുള്ള നല്ല വീഡിയോസിന് വീണ്ടും കാണാം. താങ്ക് യു.